എല്ലാവർക്കും നമസ്കാരം. സാമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ്. ഇതിനകത്ത് നവര, കറുപ്പ് കൗണി, ഉളുന്ന്, കറുപ്പ് ഉളുന്ന്, ഉലുവ എല്ലാം പേരിന് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇത് ദോശയ്ക്കാണ് രാവിലെ. ഇതൊന്ന് അരക്കാം. ഇതിനകത്ത് രാഗി, കൈതപ്പുല്ല്, വരാഗ, പിന്നെ ചാമരി, പിന്നെ മണിച്ചോളം, ഇങ്ങനെ മറ്റേ ഡൈപ്പ റൈസ് ഇതൊക്കെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന കുറുക്ക് തന്നെ. നമ്മളിപ്പോ ഇങ്ങനെ പലതരം ദോശ അടയൊക്കെ ഉണ്ടാക്കിയാലും ഞാനിത് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും കാണിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് കേബേജ് കറിയാണ്. ഞാൻ പരിപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചായിരുന്നു. കേബേജ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. അപ്പൊ കേബേജ് കറിക്കുള്ള കേബേജ്, ഒരു തക്കാളി, ഇതൊരു തക്കാളി മറ്റേ ചെമ്മീൻ കറിക്കുള്ളതാണ്. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, ചെറുള്ളി ഇതാ കൂടി എണ്ണയിലിട്ട് വാട്ടണം. ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നത് ഇത് ചെമ്മീനാ, മോൾക്കുള്ള കറിയാണ്. അപ്പൊ മോൾക്ക് ഇച്ചിരി എരിവൊക്കെ കുറവ് വേണം. അപ്പൊ അതിനോട് മോൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കറിയാണ്. ഇതിനകത്ത് ഇത്തിരി മുളക് പൊടി, ഗരം മസാല പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും മുളക് പൊടി എടുക്കുന്നില്ല, ഗരം മസാല പൊടി ഇച്ചിരി എടുത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശകലം. നിങ്ങൾ എത്ര എടുക്കാൻ വെച്ചാൽ അത് കണക്കാക്കി എടുക്കുക. ഇത്രയും എടുക്കുന്നുള്ളൂ. ഇതിനകത്ത് കോൺഫ്ലവർ പൊടി, അത് ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മള് മീനിനനുസരിച്ച് കേട്ടാ. പിന്നെ ഇതിനകത്ത് ശകലം ഉപ്പ്. ഇത് ഗ്രേവി പോലെ വെക്കാനാണ്. അപ്പൊ ആദ്യം നമ്മളെല്ലാം കുഴച്ചിട്ട് വറുത്തിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇതൊന്ന് ക്രിസ്പി ആകട്ടെ, ഒന്ന് ഇതായി കിട്ടട്ടെ, അപ്പൊ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയാണ്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പരിപ്പ് അടുത്ത് വെക്കാം. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണമെന്നേ ഉള്ളൂ. ഒരു ഗോൾഡൻ കളർ ആവുമ്പോ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് അപ്പൊ തന്നെ ഇറക്കിയിട്ടൊന്ന് ഈ ചൂട്ടിലൊക്കെ തന്നെ ഒന്ന് ഇറക്കിയെടുക്കാം. അടുപ്പത്ത് വെച്ച് കരിയിക്കരുത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ശകലം തേങ്ങ, പേരിന് നമ്മൾ 2-3 പേരേ ഉള്ളൂ, അവർ ഇച്ചിരി കറി മതിയാവും. ഇത്രയും തേങ്ങ നിങ്ങൾ എത്ര എടുക്കുക വെച്ചാൽ അതിനനുസരിച്ച് എരിവും ഇതൊക്കെ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ഞാൻ അധികം ആഡ് ചെയ്യുള്ളൂ, അതാണ് ശകലം പേരിന് മല്ലിപ്പൊടി എടുത്തത്. അപ്പൊ ആ ചൂട്ടിൽ തന്നെ ഇതൊന്ന് ഇറക്കി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മറ്റുള്ള അരയ്ക്കാം. അതിനകത്ത് തേങ്ങാപ്പാല്, വണ്ണാൻ പാലാണ്. അതിനകത്ത് സവാള, കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി, ശകലം മുളക് പൊടി, ശകലം ഗരം മസാല ഇത്രയും ആഡ് ചെയ്ത പേരിന്. ഇത് പെപ്പർ പൊടി. ഈ തക്കാളി ഇതിനെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ചെമ്മീൻ കറി നമുക്ക് വെക്കാം. അപ്പൊ ചെമ്മീന് ആദ്യം വറുത്തെടുക്കാന്, വറുത്തിട്ടേ കറി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വറുക്കാം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പേരിന് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഗരം മസാല പൊടി, മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല, ഗ്രേവിക്ക് ഇടുമ്പോൾ അപ്പോഴേ ഇടുള്ളൂ. അപ്പൊ ഇച്ചിരി കോൺഫ്ലവർ പൊടി കേട്ടോ. അപ്പൊ ഇതാണ് ഒരു പാകം. ഒത്തിരി വേവിക്കണ്ട, നമുക്ക് അതിന്റെ അകത്തേക്ക് വേവിക്കാനുള്ളതാ. അപ്പൊ ഇതാണ് ഇതിന്റെ അളവ്. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതിയാണ്, അത് വലിയ സവാള ആഡ് കാരണമുണ്ട. 2 അരി കരിവേപ്പില. എന്റെ കുട്ടിയുടെ ഫേവറേറ്റ് സാധനമാണ്. അവൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഒരു പച്ചമുളക്, ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ചെറിയ സ്പൂണാണേ, കൂടണ്ട. പിന്നെ ശകലം മഞ്ഞപ്പൊടി, മുളക് പൊടി എടുത്ത് വെച്ചായിരുന്നു. നമ്മുടെ മുളക് പൊടി ഒട്ടുക്കത്തെ എരിവാണ്. ഇതിനകത്ത് ശകലം തക്കാളി, 1ന്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ, അത് ആഡ് ചെയ്തു. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം ഇതുപോലെ. അപ്പൊ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീന്
ആ എണ്ണയുടെ ഒപ്പം തന്നെ ഒന്നിച്ച് ആഡ് ചെയ്യാം. ആ മസാലയെല്ലാം കൂടി വലിച്ച് ആഡ് ചെയ്യാം. അപ്പൊ അത് നന്നായിട്ട് ആഡ് ചെയ്യാം. ഇതിനകത്ത് ശകലം പെപ്പർ പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്യാന്. ഗരം മസാല ഞാൻ എടുത്ത് വെച്ചതിൽ പകുതി എടുത്തിട്ടുള്ളൂ. പെപ്പർ പൊടി ഇതിനകത്ത് വെള്ളം ചേർക്കുന്നുണ്ടോ? ഇല്ല, വെള്ളം ചേർത്തില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാരണം വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഉപ്പും എരിവും തക്കാളിയുടെ ഫ്ലേവറും എല്ലാം കൂടി ചെയ്തിട്ടുള്ള കാരണം അതൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ്. കേബേജ് കറിയുടെ അരപ്പാണ് നമ്മളത് ആഡ് ചെയ്യാന്. കുക്കറിലെ പരിപ്പ് ഇത്രയും വെന്ത് കിട്ടണം. നന്നായിട്ട് പരിപ്പ് വെന്ത് കിട്ടണം. പരിപ്പ് വെന്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അതിനകത്ത് കേബേജ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് നല്ല മുളക് അരച്ചത് ചേർത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ചെമ്മീൻ എടുത്തില്ലേ, അതിന്റെ 3/4 ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അത് മതിയാവും. ഇതിനകത്ത് നമ്മള് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചെറുജീരകം പേരിന് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാണ്. ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയത്തുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാപ്പാൽ ചേർക്കാൻ. കാരണം നമ്മൾക്ക് ദോശക്കുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയാണ്. ഇതാണ് ഗ്രേവി. മാവ് നേരത്തെ അരച്ച് വെച്ചതാണ്. ഇതിനകത്ത് സവാള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോ ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ ഇന്ന് കറുപ്പ് കവണി നവര ഇട്ട് ദോശ ഉണ്ടാക്കി. ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തേങ്ങ സമിതി, തേങ്ങയും ചുവന്നുമുളകും ചുവന്നുള്ളിയും കൂടി ഇട്ട് അരച്ചതാണ്. പക്ഷെ ഇന്നത്തെക്കാട്ടും ടേസ്റ്റ് കൂടുതലാണ്. അത് ചെമ്മീൻ കറിയാണ്. അതിനാ ദിവസം ഉണ്ടാക്കുന്ന കുറുക്കാണെങ്കിൽ മോര് കറി ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ബാക്കി മോര് കറിയാണ്. ഇന്നത്തെ ബാക്കി കുറുക്കാണ്. അതിലൂടെ മോര് കറി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിഭവം ഇതാണ്. ഇതാണ് കാബേജ് കറി, ഇത് ചെമ്മീൻ കറി, ഇത് ചോറ്. ഇത് ഇന്നുണ്ടാക്കി കൊടുക്കും. അത് രാത്രിക്കും രാവിലത്തേക്കും കൂടി ഉള്ളതാണ്. രാത്രിക്കും ഉച്ചത്തിനും കൂടി ഉള്ള കറിയാണ്, ഫുഡാണ്. അപ്പൊ കാര്യമില്ല. അപ്പൊ ഇന്നിപ്പോ ഇവിടെ വെച്ച് ഇവിടെ നിർത്താണ്. നാളെ പുതിയ എപ്പിസോഡുമായിട്ട്